നമസ്കാരം. ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. 2024-25 വർഷത്തെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയോട്ടുചാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പാടിയോട്ടുചാൽ വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എ രാജേഷ് സ്വാഗതം ആശംസിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് ഇ രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി എം കെ ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ കെ ശശിധരൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ ജെ സെബാസ്റ്റ്യൻ, എൻ വി കുഞ്ഞിരാമൻ, മേഖലാ പ്രസിഡന്റ് റോയി ജോസ്, മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ പടിഞ്ഞാത്ത്, വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭ ലക്ഷ്മണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിബു മാട്ടുമേൽ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. വീടും സ്ഥലവും ജീവനും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾ നൽകിയ ഉദാരമായ മനസ്സും സംഭാവനയും അതെല്ലാം നൽകിയ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായിട്ടുള്ള പങ്കുവഹിച്ച പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ റിപ്പോർട്ടിലും വരവ് ചെലവ് കണക്കിലും ഒക്കെ വായിച്ചത്. അത് നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി കഴിയണം. പിന്നീട് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾ കണ്ടു, വ്യാപാരികൾ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലുള്ള പരിശോധന, GST ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസുകൾ, മിനിമം വേജസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിൽ മേഖല ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, ലീഗൽ മെട്രോളജിയുടെ പരിശോധന, ഫുഡ് സേഫ്റ്റിയുടെ പരിശോധന, അതിൻ്റെ എല്ലാം ഫലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ലൈസൻസ് ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിച്ച സംഭവത്തിനെതിരെ നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ, തൊഴിൽ നികുതി നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതിനേക്കാൾ 2 ഇരട്ടി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിൽ നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ, അതിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ, അതൊക്കെയാണല്ലോ നിങ്ങളിവിടെ റിപ്പോർട്ടിൽ വായിച്ചത്. സമരത്തിന് പോയതിന്റെ കണക്ക് വായിച്ചത്. നിങ്ങളത് കൃത്യമായി വിലയിരുത്തണം, നിങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ ഈ ഒരു കൊല്ലക്കാലം, 30 കൊല്ലക്കാലം, 40 കൊല്ലക്കാലം നിങ്ങളുടെ യൂണിറ്റ് തലത്തിൽ നടത്തിയ പ്രവർത്തനം, മേഖലാ തലത്തിൽ നടത്തിയ പ്രവർത്തനം, ജില്ലാ തലത്തിൽ നടത്തിയ പ്രവർത്തനം, സംസ്ഥാന തലത്തിൽ നടത്തിയ പ്രവർത്തനം, സംഘടനയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യാപാരം ചെയ്യുന്നവർ, സംഘടനയിൽ നിൽക്കുന്നവർ അവരെങ്കിലും ബോധ്യപ്പെടണം. നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ ഉപഭോക്താക്കളുമായി ചർച്ച ചെയ്യപ്പെടാൻ നിങ്ങൾ കൂട്ടായി നടത്തുന്ന പ്രവർത്തനം, സമൂഹത്തിൽ മറ്റു പലരും നടത്തുന്നതിൽ വേറിട്ട നിരവധിയായ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി നമുക്ക് കഴിയണം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. പലതും നമ്മൾ അതിൽ കൃത്യമായി പങ്കാളിത്തം വഹിക്കുന്നുണ്ടെങ്കിലും നമുക്കത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പൂർണ്ണമായും അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന വലിയ ഒരു കുറവ് പലപ്പോഴും നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമായി നിലനിൽക്കുന്നു എന്നതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് എന്നതാണ് അത് സംബന്ധിച്ച് ചുരുക്കത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. അപ്പം പഴയതുപോലെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഒരു വ്യാപാരം ചെയ്യണമെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ മറ്റേതു സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമമാകട്ടെ, പ്രാദേശിക ഭരണകൂടങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ഒരു കമ്മിറ്റി ഒരു വർഷത്തേക്ക് ചാർജ് എടുക്കുകയാണ്. തീർച്ചയായിട്ടും കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് ഇന്നത്തെ ഈ ജനബോഡിക്ക് എല്ലാവിധ ഭാവവും നടന്നു. കഴിഞ്ഞ ഒരു വർഷം നിയോഗത്തിനിടയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. മെമ്പർഷിപ്പിൽ 40 പേരുടെ വർധനവ് വരുത്തി 60 മെമ്പർഷിപ്പ് എത്തിച്ചു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയും കുറേ മെമ്പർമാരെ കൂടെ ഒരുപക്ഷെ പാടിയോട്ടിയാലും ചെറുപുഴ മേഖലയിലെ മെമ്പർഷിപ്പിൽ ഇപ്പം 2ാം സ്ഥാനം നിൽക്കുന്നത് പാടിയോട്ടിയാലാണ്. ഇന്ന് ഇവിടെ പുതിയ ഒരു വർഷത്തേക്കുള്ള പ്രസിഡന്റായിട്ട് നമ്മുടെ കൃഷ്ണേട്ടൻ ചാർജ് എടുത്തിരിക്കുകയാണ്. കൃഷ്ണേട്ടൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു വർഷം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ
രണ്ടാം സ്ഥാനത്തുള്ളത് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഇടവരട്ടെ. നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മേഖലാ കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകളും നേരുന്നു. അതുപോലെ നാരായണേട്ടൻ എല്ലാവരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം കാണിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അതുപോലെ ആശംസ അർപ്പിച്ച സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ നടന്നുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള യൂണിറ്റുകൾ ഇന്ന് രാഷ്ട്രീയമായിരുന്നു. ഇന്ന് 2 യൂണിറ്റിലുള്ള 15 യൂണിറ്റുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 10 യൂണിറ്റിനെ കംപ്ലീറ്റ് ആക്കി. എല്ലാ യൂണിറ്റിലും എല്ലാവരും ഭാഗഭാഗികളെല്ലാം പങ്കെടുത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു. വരവുചെലവ് കണക്ക് റിപ്പോർട്ട് ഇതെല്ലാം വളരെ ഭംഗിയായി എല്ലാ വരവുചെലവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അത് വീക്ഷിച്ച് ആ ഒരു സിസ്റ്റമാറ്റിക്കായ കാര്യങ്ങൾ ഇന്ന് തീർന്ന രാഷ്ട്രീയമാണ്. നിങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പങ്കെടുത്തവർക്കും അതുപോലെ ഈ പാർവതിയാൽ യൂണിറ്റിലെ നമ്മുടെ ലക്ഷ്മണൻ്റെ അഭാവത്തിലുള്ള ആ ഒരു വിഷമവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും അടുത്ത ഒരു വർഷം ഭംഗിയാക്കിയിട്ട് ഇതൊക്കെ അഭിവാദ്യം. അതുപോലെ ആദരണീയനായ ഉദ്ഘാടകൻ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വിദ്യാഭ്യാസത്തിലൂടെയായ KFC സർ, മേഖലാ ഭാരവാഹികളെ, കർഷകരെ, വരവുചെലവുകൾ ഭംഗിയായി അവതരിപ്പിച്ച കർഷകർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ചന്ദ്രേട്ടൻ, ബഹുമാനപ്പെട്ട വ്യാപാരി മെമ്പർമാരെ, മേഖലാ പ്രവർത്തകരെ, യൂത്ത് വിംഗ് പ്രവർത്തകരെ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഏറെ പ്രവർത്തന പരിചയമുള്ള നമ്മുടെ കൃഷ്ണേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് ഏറെ സന്തോഷമുണ്ട്. കൃഷ്ണേട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ ഏതൊരു സംഘടനയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ആ സംഘടനയിലുള്ള മെമ്പർമാരുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഒറ്റക്കെട്ടോടെ ഒരേ മനസ്സോടെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും പരിതാപത്തിന് വേണ്ടി അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഈ സ്ഥാനം വരേണ്ടി വന്നത് സന്തോഷത്തോടെ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നമ്മുടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.